നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാറ്റോയെ ശക്തിപ്പെടുത്തുന്നതിന് യൂറോപ്യൻ യൂണിയനുമായി മികച്ച സുരക്ഷാ പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ബ്രസൽസിലെ യൂറോപ്യൻ കൗൺസിലിന്റെ അനൗപചാരിക യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളൊപ്പം ചേർന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ബ്രെക്സിറ്റിന് ശേഷം കെയർ സ്റ്റാർമർ. സാമ്പത്തിക പ്രതിസന്ധി കാരണം പാപ്പരത്തം ഒഴിവാക്കാനുള്ള അവസാന നടപടി 6 ഇംഗ്ലീഷ് കൗൺസിലുകൾക്ക് ഏപ്രിൽ മുതൽ ക്യാപ് ബസ്റ്റിംഗ് കൗൺസിൽ ടാക്സ് ബിൽ 10% വരെ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയ ബ്രിട്ടീഷ് സർക്കാർ. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ്. 30 ദിവസത്തേക്കാണ് മരവിപ്പ്. ഓസ്ട്രേലിയൻ ന്യൂ സൗത്ത് വെയിൽസ് ഗതാഗത മന്ത്രി ജോ ഹെയ്ലൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിനെ തുടർന്നുള്ള വിമർശനങ്ങളെ തുടർന്നാണ് രാജി. ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈൻ സ്നേഹം എന്തിനെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. റഷ്യക്കെതിരെ അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തിന് പകരമായി ഉക്രൈനിലെ ധാതുക്കൾ അമേരിക്ക തിരികെ നൽകണമെന്ന് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കയിലെത്തുന്നു. ഈ മാസം 12-ന് മോദി ട്രംപിനെ കാണും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് അനുയായികൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. എയ്റോ ഇന്ത്യ എയർ ഷോയുടെ പശ്ചാത്തലത്തിൽ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വ്യോമ ഗതാഗതത്തിൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിയന്ത്രണം. തലോലപ്പറമ്പ് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതാവ് ബാബു ജോസഫിനെതിരെ ജോസ് കെ മാണി എംപിയുടെ നടപടി. പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങി. കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിഷുദിനത്തിൽ ശബരിമലയിലാകും ആഗോള അയ്യപ്പ സംഗമം. വാർത്തകൾ വിശദമായി. നാറ്റോയെ ശക്തിപ്പെടുത്തുന്നതിന് യൂറോപ്യൻ യൂണിയനുമായി മികച്ച സുരക്ഷാ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സ്റ്റാർമർ. സുരക്ഷയും പ്രതിരോധവും ചർച്ച ചെയ്യാൻ ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ കാണുന്നതിന് മുമ്പായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ നിലപാടുകൾ. സൈനിക സാങ്കേതിക വിദ്യ, ഗവേഷണം, വികസനം, യൂറോപ്പിലുടനീളമുള്ള ശക്തികളുടെ നീക്കം, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം, വ്യാവസായ സഹകരണം എന്നിവ ചർച്ചയിൽ ഉൾപ്പെടുമെന്ന് സ്റ്റാർമർ പറഞ്ഞു. ബ്രെക്സിറ്റിന് ശേഷം ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ കൗൺസിലിന്റെ അനൗപചാരിക യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കൊപ്പം ചേരുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാർമർ. പ്രധാന ചർച്ചാ വിഷയം പ്രതിരോധവും സുരക്ഷയും തന്നെയാണ്. ബ്രെക്സിറ്റിന് ശേഷമുള്ള UKയും യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള ബന്ധം പുതുക്കലിന്റെ ഭാഗമായാണ് സ്റ്റാർമറിന്റെ ഈ നീക്കങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി കാരണം പാപ്പരത്തം ഒഴിവാക്കാനുള്ള അവസാന നടപടി എന്നോണം 6 ഇംഗ്ലീഷ് കൗൺസിലുകൾക്ക് ഏപ്രിൽ മുതൽ ക്യാപ് ബസ്റ്റിംഗ് കൗൺസിൽ ടാക്സ് ബിൽ 10% വരെ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി ബ്രിട്ടീഷ് സർക്കാർ. നിലവിലുള്ള മറ്റ് കൗൺസിലുകൾ ഈടാക്കുന്ന നികുതിയുടെ ഇരട്ടി നിരക്ക് വരും ഇത്. 1 ദശാബ്ദത്തിലേറെയായി കേന്ദ്ര ധനസഹായം വെട്ടിക്കുറച്ചതിനു ശേഷം പാപ്പരത്തത്തിലേക്ക് നീങ്ങുന്ന കൗൺസിലുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ നടപടിയെന്ന് ഭവനമന്ത്രി എഞ്ചലിന റെയ്നർ ന്യായീകരിച്ചു. ലേബർ നേതൃത്വത്തിലുള്ള ബ്രാഡ്ഫോർഡ്, ന്യൂഹാം കൗൺസിലുകൾക്ക് ബില്ലുകൾ യഥാക്രമം 9.99, 8.99% ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ പച്ചക്കൊടി ലഭിച്ചു. ഡെമോക്രാറ്റുകൾ നിയന്ത്രിക്കുന്ന വിൻസറിനും മെയ്ഡൻ ഹെഡിനും 8.99% വരെ നികുതി ബില്ലുകൾ ഉയർത്താം. 2023 പാപ്പരത്തം പ്രഖ്യാപിച്ച ലേബർ നിയന്ത്രിക്കുന്ന ബെർമിംഗ്ഹാമിനും ഡെമോക്രാറ്റ് നിയന്ത്രണത്തിലുള്ള സോമർസെറ്റിനും ലേബർ നിയന്ത്രിത ട്രാഫോർഡിനും 7.4% വരെ ബില്ലുകൾക്കും അനുമതി നൽകി. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി മരവിപ്പിച്ചു. 30 ദിവസത്തേക്കാണ് മരവിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. 2 ആഴ്ചക്കുള്ളിൽ ഇത് 3ാം തവണയാണ് US പ്രസിഡന്റ് ഇരു രാജ്യങ്ങൾക്കുമുള്ള 25% തീരുവ ചുമത്താൻ തീരുമാനിച്ചതും പിൻവലിക്കുന്നതും. ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചിരുന്ന 1,20,000 കവചിത ശരീര പ്ലേറ്റുകൾ അടിയന്തരമായി തിരിച്ചു വിളിച്ച ലേബർ സർക്കാർ. കൺസർവേറ്റീവുകൾ അധികാരത്തിലിരുന്ന കാലത്ത് സൈനികർക്ക് സുരക്ഷിതമായി അടിസ്ഥാന സംരക്ഷണം നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെയുള്ള പരിശോധനയിലാണ് ഏജിംഗ് എൻഹാൻസ്ഡ് കോമ്പാക്ട് ബോഡി കവചത്തിൽ മൈക്രോസ്കോപ്പിക് വിള്ളലുകൾ കണ്ടെത്തിയത്. എന്നാൽ മുൻ സർക്കാർ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് 4 വർഷം വൈകിയെന്നാണ് കണ്ടെത്തലുകൾ. നാവികസേന ഇപ്പോഴും ഉപയോഗിക്കുന്ന ലൈറ്റ് കവചം അടിയന്തരമായി മാറ്റി സ്ഥാപിക്കാൻ സായുധസേനാ മന്ത്രി ലുക്ക് പൊള്ളാർഡ്
കഴിഞ്ഞ ദിവസം സേനാ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. UK ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണം വരുന്നു. ഓൺലൈൻ ഫാർമസികളിലൂടെ വിൽക്കുന്ന ഇത്തരം മരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. UK പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ ഫാർമസികൾ കുറിപ്പടികൾ കൂടാതെ മരുന്ന് വിൽപ്പന നടത്തുന്നത് എതിർക്കും. സെമാഗ്ലൂറ്റൈഡ് എന്ന മരുന്ന് അടങ്ങിയ വെഗോവി, ട്രിപ്പറ്റൈഡ് എന്ന മരുന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെ തെളിഞ്ഞതോടെ ഇവയ്ക്ക് ഓൺലൈനിൽ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. ഈ മരുന്ന് പലർക്കും ദോഷഫലമാണ് ഉണ്ടാക്കുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തി. UK ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നതിനായി NHS ലോകത്തെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരീക്ഷണം ആരംഭിച്ചുവെന്ന് അവകാശപ്പെടുന്നു. ഇനി മുതൽ വേഗത്തിലുള്ള രോഗനിർണയം നടത്താൻ സാധിക്കുമെന്നും NHSന്റെ അവകാശവാദത്തിലുണ്ട്. അടുത്ത ഏതാനും വർഷങ്ങളിൽ ഇംഗ്ലണ്ടിൽ ചുരുങ്ങിയത് 7 ലക്ഷം മാമോഗ്രാമുകളിൽ 2 ഭാഗവും വിശകലനം ചെയ്യാൻ ഈ AI പരീക്ഷണത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദക്ഷിണാഫ്രിക്കയിൽ ഭൂമി പിടിച്ചെടുക്കലിന്റെ ഭാഗമായി നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ രാജ്യത്തേക്കുള്ള എല്ലാ ധനസഹായവും നിർത്താനാണ് ട്രംപിന്റെ തീരുമാനം. പൊതു താൽപര്യപ്രകാരം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്ന് ഒരു ബില്ലിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ കഴിഞ്ഞ മാസം ഒപ്പുവച്ചിരുന്നു. ഇതിനെതിരെയാണ് ട്രംപിന്റെ നടപടി. ഓസ്ട്രേലിയൻ ന്യൂ സൗത്ത് വെയിൽസ് ഗതാഗത മന്ത്രി ജോ ഹെയ്ലിൻ ഒടുവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഔദ്യോഗിക കാർ ദുരുപയോഗിച്ചതിനെ തുടർന്നുള്ള വിമർശനത്തിന് ശേഷമാണ് മന്ത്രിയുടെ രാജി. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സുഹൃത്തുക്കളെയും ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോകാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയും സിഡ്നിയിൽ നിന്നും കേസ് ബീച്ചിലെ വീട്ടിലേക്കും വരെ 446 കിലോമീറ്റർ യാത്ര ചെയ്ത് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു വിമർശനം. ഇതേ തുടർന്ന് മന്ത്രി മാപ്പ് പറഞ്ഞിരുന്നു. പിന്നീടാണ് രാജി. റഷ്യക്കെതിരെ അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തിന് പകരമായി ഉക്രൈനിലെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് നൽകണമെന്നും ഇത്തരത്തിൽ കീവ് ഉറപ്പു നൽകുന്ന കരാറിൽ ഉക്രൈനുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേപ്പറ്റി സൂചിപ്പിച്ചിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. തങ്ങൾ ഉക്രൈനുമായി ഒരു കരാർ ഇടപാട് നടത്താൻ പോകുകയാണെന്നും ഇത് ഉക്രൈനിലുള്ളവർക്ക് സുരക്ഷ അധികമായി ഉറപ്പാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. നോർത്ത് അറ്റ്ലാന്റിക് സാൽമൺ വ്യവസായം ഗുരുതര ഭീഷണിയിലാണെങ്കിലും കടലിൽ തുറന്ന മത്സ്യകൃഷി നിരോധിക്കില്ലെന്ന് നോർവേ പരിസ്ഥിതി മന്ത്രി ആൻഡ്രിയാസ് ബ്രജാഡ് എറിക്സൺ അറിയിച്ചു. പ്രതിവർഷം 1.2 മില്യൺ ടൺ കയറ്റുമതി ചെയ്യുന്ന നോർവേ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാൽമൺ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. ചൈനയുടെ ആഗോള അടിസ്ഥാന സൗകര്യ പദ്ധതിയിൽ പങ്കാളിത്തം അവസാനിപ്പിക്കാനുള്ള പനാമയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പനാമയുടെ തീരുമാനത്തെ മഹത്തായ ഒരു ചുവടുവയ്പ് എന്നാണ് റൂബിയോ വിശേഷിപ്പിച്ചത്. റൂബിയോയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ചൈനീസ് സംരംഭത്തിന് പിന്തുണ നൽകാനുള്ള തന്റെ രാജ്യത്തിന്റെ കരാർ പുതുക്കില്ലെന്നും അത് നേരത്തെ തന്നെ അവസാനിപ്പിക്കുമെന്നും പനാമ പ്രസിഡന്റ് ജോസ് റൗൾ മുലീനോ പറഞ്ഞിരുന്നു. ഫ്രാക്കിംഗ് CEO ക്രിസ് റൈറ്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഊർജ്ജ സെക്രട്ടറിയായി US സെനറ്റ് അംഗീകരിച്ചു. 2011 മുതൽ ലിബർട്ടി ഏജൻസിയുടെ CEO ആയിരുന്ന 60-കാരനായ റൈറ്റ് US ആണവായുധ സമുച്ചയം, ആണവോർജ്ജ മാലിന്യ നിർമ്മാർജ്ജനം, ദേശീയ ലാബുകൾ എന്നിവയുടെ ചുമതല റൈറ്റിനായിരിക്കും. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ജിയോ തെർമൽ പവർ പോലുള്ള ഉയർന്നു വരുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെയും പിന്തുണയ്ക്കാനും കാർബൺ രഹിത സൗരോർജ്ജം, വിൻഡ്, ആണവോർജ്ജം എന്നിവയുടെ ചുമതലയും ഇനി റൈറ്റിനാകും. US ആരോഗ്യ സെക്രട്ടറിയായി ട്രംപ് നിയമിച്ച റോബർട്ട് F കെന്നഡി ജൂനിയറിന്റെ നാമനിർദ്ദേശം അടുത്ത ആഴ്ച സെനറ്റ് പരിഗണിക്കാനിരിക്കെ വാക്സിനുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സെനറ്റർമാർ രംഗത്ത് വന്നു. സെനറ്റ് ഫിനാൻസ് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ സെനറ്റർ റോൺ വൈഡനും ഡെമോക്രാറ്റിക് സെനറ്റർ എലിസബത്ത് വാറനുമാണ് കെന്നഡി ജൂനിയറിനെ എതിർത്തത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വ്യക്തിക്ക് ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് അശാസ്ത്രീയമായ വീക്ഷണങ്ങളുണ്ടെന്നും അത്തരം തീരുമാനങ്ങളിൽ നിന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ ആ വ്യക്തി സാധ്യത ഉണ്ടാക്കുമെന്നും ഇവർ വാദിച്ചു. ആരോഗ്യ സേവന വകുപ്പിനെ നയിക്കാൻ ട്രംപ് തിരഞ്ഞെടുത്ത കെന്നഡി സ്ഥാനമൊഴിഞ്ഞ ശേഷം കുറഞ്ഞത് 4 വർഷമെങ്കിലും വാക്സിനുമായി ഉൾപ്പെടുന്ന കേസുകളിൽ ഏർപ്പെടില്ല എന്ന് പ്രതിജ്ഞയെടുക്കണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടു. ഫാർമസ്യൂട്ടിക്കൽ കേസുകളിൽ വൈദഗ്ധ്യമുള്ള ലോസ് ഏഞ്ചലസ് ആസ്ഥാനമായ നിയമസ്ഥാപനമായ വിസ്നർ ബോബുമായുള്ള ബന്ധത്തെ ചൊല്ലി കെന്നഡി നേരത്തെ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനും ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്നതിനും അമേരിക്കയിലെത്തുമെന്ന് ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നു. ഈ മാസം 12-ന് മോദി അമേരിക്കയിലെത്തുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി വാഷിംഗ്ടൺ DC മോദി കൂടിക്കാഴ്ച നടത്തും. അനധികൃത കുടിയേറ്റ വിഷയം അടക്കമുള്ളവ ഇരു നേതാക്കളും തങ്ങളുടെ കൂടിക്കാഴ്ചയിൽ വിഷയമാക്കും. ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായ തീരുമാനങ്ങളിലൊന്ന് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ചാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് മോദി വ്യക്തമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി നാളെ വിധി എഴുതും. AAP, BJP, കോൺഗ്രസ് കക്ഷികളും ചെറു പാർട്ടികളും ഡൽഹിയിൽ പ്രചരണം പൂർത്തിയാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം തിരിച്ചറിഞ്ഞ BJP ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് തങ്ങളെ അടിച്ചമർത്തുകയാണെന്നാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം. BJP അധികാരത്തിലെത്തിയാൽ ചേരികളെല്ലാം ഇടിച്ചു നിർത്തുമെന്നും BJPക്ക് വോട്ട് നൽകുന്നതും മരണ വാറണ്ടിൽ ഒപ്പുവയ്ക്കുന്നതും ഒരുപോലെയാണെന്നും കെജ്രിവാൾ പറയുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും അനുയായികൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിനാണ്
കേസെടുത്തിരിക്കുന്നത്. 10 വാഹനങ്ങളുമായി 60ഓളം അനുയായികളുമായി ഫത്തേസിംഗ് മാർഗിലെത്തിയ അതിഷി പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയും മടങ്ങിപ്പോകാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. എയ്റോ ഇന്ത്യ ഷോയുടെ പശ്ചാത്തലത്തിൽ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വ്യോമഗതാഗതത്തിൽ നാളെ മുതൽ 14 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നിശ്ചിത സമയത്തേക്ക് വിമാനത്താവളം അടച്ചിടും. വ്യോമഗതാഗതത്തിനും നിയന്ത്രണമുണ്ടാകും. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും. തലയോലപ്പറമ്പ് വരിക്കാക്കുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതാവ് ബാബു ജോസഫിനെതിരെ ജോസ് കെ മാണി MP നേരിട്ടുള്ള നടപടി വന്നിരിക്കുന്നു. പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ബാബു ജോസഫിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ബാബു ജോസഫിനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. രാജി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ആക്രമണത്തിൽ ഫാദർ ജോൺ തട്ടുംപുറത്തിന് സാരമായി പരിക്കേറ്റിരുന്നു. കുർബാനയ്ക്കിടെ വിമത വിഭാഗം ആക്രമണം നടത്തിയതിൽ മൈക്കും ബലിവസ്തുക്കളും തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തലയോലപ്പറമ്പ് പോലീസ് എത്തി പള്ളി പൂട്ടിച്ചിരുന്നു. കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ചന്ദർഗുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. BC ടവറുകളാണ് അടിയന്തരമായി പൊളിച്ചു നീക്കേണ്ടത്. എന്നിട്ട് പുതിയത് പണിയണമെന്നും ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ല എന്ന് കാണിച്ച് താമസക്കാർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ചന്ദ്രകുഞ്ച് എന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ 3 ടവറുകളാണ് നിലവിലുള്ളത്. സൈനിക ഉദ്യോഗസ്ഥർ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായാണ് 2018 ഫ്ളാറ്റ് നിർമ്മിച്ചത്. ബലക്ഷയം സംഭവിച്ച ഫ്ളാറ്റിന്റെ 2 ടവറുകളിൽ താമസക്കാർ തുടരുന്നത് സുരക്ഷിതമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിഷുദിനത്തിൽ ശബരിമലയിലാകും ആഗോള അയ്യപ്പ സംഗമം. 50ലേറെ രാജ്യങ്ങളിൽ നിന്നും പ്രാതിനിധ്യമുണ്ടാകുമെന്ന് പ്രശാന്ത് ഉറപ്പ് നൽകി. സ്വർണ്ണ ലോക്കറ്റ് ഇത്തവണ വിഷു കൈനീട്ടമായി നൽകാനും ആലോചനയുണ്ട്. അതിന് കോടതിയുടെ അനുമതി തേടും. സിയാൽ മാതൃകയിൽ ശബരിമലയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനും ആലോചിക്കുന്നു. ഫെഡറൽ ബാങ്ക് നൽകുന്ന CSR ഫണ്ട് ഉപയോഗിച്ചാകും ഇത് നടപ്പാക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇത്തവണ 55 ലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത്. 5 ലക്ഷം ഭക്തർ കൂടുതലായി എത്തി. 86 കോടി രൂപയുടെ വരുമാന വർധനവുണ്ടായി. മരാമത്ത് ദേവസ്വം ചെലവുൾപ്പെടെ 147 കോടി രൂപ ഈ മണ്ഡല മകരവിളക്ക് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവിട്ടു. ഇത്തവണ മൊത്തം വരവ് 440 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 354 കോടി രൂപയായിരുന്നു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം £1 08.01 ഇന്ത്യൻ രൂപ, $1 87.02 ഇന്ത്യൻ രൂപ, €1 89.74 രൂപ, £1 $1.24. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇന്ത്യൻ മത്സരം ടിക്കറ്റ് വിൽപ്പന ഇന്ന് മുതൽ ആരംഭിക്കും. ഇന്ത്യയുടെ 3 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കും ആദ്യ സെമി ഫൈനലിലുമുള്ള ടിക്കറ്റുകളുടെ വിൽപ്പനയാണ് ആരംഭിക്കുന്നത്. ഇതിൽ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിന് ടിക്കറ്റും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാറ്റോയെ ശക്തിപ്പെടുത്തുന്നതിന് യൂറോപ്യൻ യൂണിയനുമായി മികച്ച സുരക്ഷാ പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ബ്രസൽസിലെ യൂറോപ്യൻ കൗൺസിലിന്റെ അനൗപചാരിക യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളൊപ്പം ചേർന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ബ്രെക്സിറ്റിന് ശേഷം കെയർ സ്റ്റാമർ. സാമ്പത്തിക പ്രതിസന്ധി കാരണം പാപ്പരത്തം ഒഴിവാക്കാനുള്ള അവസാന നടപടി 6 ഇംഗ്ലീഷ് കൗൺസിലുകൾക്ക് ഏപ്രിൽ മുതൽ ക്യാപ് ബസ്റ്റിംഗ് കൗൺസിൽ ടാക്സ് ബിൽ 10% വരെ വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയ ബ്രിട്ടീഷ് സർക്കാർ. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ്. 30 ദിവസത്തേക്കാണ് മരവിപ്പ്. ഓസ്ട്രേലിയൻ ന്യൂ സൗത്ത് വെയിൽസ് ഗതാഗത മന്ത്രി ജോ ഹെയ്ലൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിനെ തുടർന്നുള്ള വിമർശനങ്ങളെ തുടർന്നാണ് രാജി. ഡൊണാൾഡ് ട്രംപിന്റെ ഉക്രൈൻ സ്നേഹം എന്തിനെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. റഷ്യക്കെതിരെ അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തിന് പകരമായി ഉക്രൈനിലെ ധാതുക്കൾ അമേരിക്ക തിരികെ നൽകണമെന്ന് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കയിലെത്തുന്നു. ഈ മാസം 12 മോദി ട്രംപിനെ കാണും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് അനുയായികൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്ത് ഡൽഹി പോലീസ്. എയ്റോ ഇന്ത്യ എയർ ഷോയുടെ പശ്ചാത്തലത്തിൽ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വ്യോമഗതാഗതത്തിൽ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നിയന്ത്രണം. തലയോലപ്പറമ്പ് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതാവ് ബാബു ജോസഫിനെതിരെ ജോസ് കെ മാണി MP നടപടി. പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങി. കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിഷുദിനത്തിൽ ശബരിമലയിലാകും ആഗോള അയ്യപ്പ സംഗമം.
മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.